കണ്ണൂർ മാട്ടൂൽ മടക്കരയിൽ ലീഗ് നടത്തിയ ആഹ്ലാദ പ്രകടനം വിവാദമാകുന്നു. SDPI സ്ഥാനാർത്ഥി സൈനബയെ പരിഹസിച്ച് നടത്തിയ ആഹ്ലാദ പ്രകടനമാണ് വിവാദമാകുന്നത്. സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിലാണ് പ്രകടനം നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി PL കിരൺ ചേരുന്നു കണ്ണൂരിൽ നിന്നും. കിരൺ, എവിടെയാണ് ഈ രീതിയിൽ ലീഗിന്റെ അതിരുവിട്ട ആഹ്ലാദ പ്രകടനം ഉണ്ടായത്? എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? മുഹാജിർ, കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ പഞ്ചായത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ലീഗിന്റെ ആഹ്ലാദപ്രകടനം നടന്നിരിക്കുന്നത്. മാട്ടൂൽ പഞ്ചായത്തിൽ 6ാം വാർഡായ മടക്കര ഈസ്റ്റിൽ നടന്ന ആഹ്ലാദപ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു. മടക്കര വാർഡിൽ SDPIയും ലീഗും തമ്മിലായിരുന്നു നേരിട്ടുണ്ടായിരുന്ന മത്സരം. ഇതിൽ ലീഗ് സ്ഥാനാർത്ഥി ജയിക്കുകയും SDPI സ്ഥാനാർത്ഥി സൈനബയാണ് പരാജയപ്പെട്ടത് ലീഗ് സ്ഥാനാർത്ഥിയോട്. ഇതിനെ തുടർന്ന് സൈനബയുടെ വേഷം കെട്ടിച്ചുകൊണ്ട് ഒരു പുരുഷനെ പർദ്ദയണിച്ചുകൊണ്ട് സൈനബയാണെന്ന് സങ്കല്പിച്ചുകൊണ്ടുള്ള നടന്ന ഈ ഒരു ദൃശ്യം വളരെ വിവാദമായി മാറിയിരിക്കുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കും വഴിവെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതിനെതിരെ രൂക്ഷ വിമർശനമായി SDPI ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ SDPI ഇത് സംബന്ധിച്ച SP-ക്കും അതുപോലെ തന്നെ DGPക്കും വനിതാ കമ്മീഷനും പരാതി നൽകുമെന്നാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ലീഗ് ഈ ഒരു കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഈ മാട്ടൂലിൽ ലീഗ് ഭരണത്തിലുള്ള അല്ലെങ്കിൽ UDF ഭരണത്തിലേക്ക് വന്ന അല്ലെങ്കിൽ ലീഗിന് വലിയ ശക്തി കേന്ദ്രമാണ്. SDPIയും ലീഗും തമ്മിലാണ് ഇവിടെ പല വാർഡുകളിലും മത്സരിച്ചിരുന്നു. ഈ പഞ്ചായത്തിൽ SDPIക്ക് ഒരു സീറ്റ് ലഭിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലായിരുന്നു ലീഗിന്റെ ഒരു ആഹ്ലാദപ്രകടനം നടന്നിരിക്കുന്നത്. മുഹാജിർ, കിരൺ തുടരുക. ഇപ്പോൾ റൈഹാനത്ത് SDPI സംസ്ഥാന സെക്രട്ടറി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു പ്രതികരണത്തിനായി. ശ്രീ റൈഹാനത്ത്, എങ്ങനെ കാണുന്നു ഇത്തരം നീക്കങ്ങളെ, ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അത്യന്തം ജനാധിപത്യ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായ നടപടിയെ? SDPI പ്രവർത്തകർക്കെതിരെ പല കുതന്ത്രങ്ങളും പ്രയോഗിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ലീഗിന്റെ പക്ഷത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇത് SDPI സ്ഥാനാർത്ഥിയെ മാത്രമല്ല, പകരം ഇന്ത്യയിലെ ഓരോ ലോകത്തുള്ള ഏതൊരു വനിതകളോടും ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. ജനാധിപത്യത്തിൽ നിൽക്കുവാനും ജനാധിപത്യ സംരക്ഷണത്തിന് സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ സ്ത്രീകളെ ജനാധിപത്യത്തിൽ നിന്നും തടുത്തു നിർത്താനും ഈ രാജ്യത്തിന്റെ പകുതിയായ സ്ത്രീകളെ രാജ്യം ഭരിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ രാജ്യത്തിന്റെ അവകാശികളാകുന്നതിൽ നിന്ന് സ്ത്രീകളെ തടയുന്ന ഒരു സ്ത്രീകളോടുള്ള മുസ്ലിം ലീഗിന്റെ നിലപാടുകളായി തന്നെയാണ് എനിക്കിത് കാണാൻ സാധിക്കുന്നത്. കാരണം തീർച്ചയായും ഇത് നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന് ഒരിക്കലും യോജിക്കാത്തതാണ്. ഇത് ഒരു SDPIയുടെ മാത്രം ആയിട്ടെടുക്കാതെ ഇത് സ്ത്രീകൾക്കെതിരെയുള്ള ലീഗിന്റെ നിലപാടുകളായി തന്നെ ഇതിനെ കാണണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. റൈഹാൻ ടീച്ചർ, ഇത് ഏത് രീതിയിലാണ് ഇനി ഇക്കാര്യത്തെ നിങ്ങൾ മുന്നോട്ടെടുക്കാൻ പോകുന്നത്? നിയമ നടപടികൾ സ്വീകരിക്കുമോ? തീർച്ചയായും നിയമ നടപടികളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഇന്നലെ ഉണ്ടായ സംഭവമാണ്. ഇതുവരെ എപ്പോഴാണ് ഇത്തരം ഒരു പരിപാടി നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്? ഇതുവരെ നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? പരാതി ഇതിനകം തന്നെ നൽകിയിട്ടുണ്ടോ? പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? വനിതാ കമ്മീഷനെ സമീപിക്കുമോ? വനിതാ കമ്മീഷനെയും അതിന്റെ ആവശ്യമായ രൂപത്തിൽ മുന്നോട്ട് പോകുവാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ദയവായി ലൈൻ തുടരുക റൈഹാൻ ടീച്ചർ. ഇപ്പോൾ TN സീമ ചേരുന്നു. TN സീമ, ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത്തരം ഒരു കാര്യം? SDPI വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ ലീഗ് നടത്തിയ ആഹ്ലാദ പ്രകടനം വളരെ മോശമായ രീതിയിലാണ് അവരെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. TN സീമ, വളരെ ആഭാസകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് അതിനകത്ത് കാണുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകളുടെ മുഖം വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ, മുഴുവൻ ആളുകളെയും കാണുന്ന തരത്തിലുള്ള ഒരു ദൃശ്യമാണ് നാം കാണുന്നത്. ഇതിനകത്ത് വാസ്തവത്തിൽ ഉടനെ നടപടി എടുക്കേണ്ടത് രണ്ട് കൂട്ടരാണ്. ഒന്ന് പോലീസ്, രണ്ട് മുസ്ലിം ലീഗ്. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പരസ്യമായിട്ട് സ്ത്രീകളെ അധിക്ഷേപിക്കലും അതുപോലെ തന്നെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള റേപ്പ് തന്നെയാണ്. പർദ്ദയിട്ട ഒരു സ്ത്രീയെ അവരുടെ അവയവങ്ങളെ ആക്രമിക്കുന്നു. അതുപോലെ തന്നെ വളരെ
പറയാൻ അറയ്ക്കുന്ന തരത്തിലുള്ള ചേഷ്ടകളാണ് കാണിക്കുന്നത്. അതെല്ലാം തന്നെ ഒരുതരം ലൈംഗിക ചേഷ്ടകളാണ്. അർദ്ധനഗ്നരായി നിൽക്കുന്ന ചില പുരുഷന്മാരെ അതിനകത്ത് കാണാം. അപ്പൊ ഇത്തരം ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് നടത്തിയ ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് ഒട്ടും ഒരു മടിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പരാതികൾ എന്തായാലും ഇപ്പോൾ തന്നെ അവിടെ പോലീസിന്റെ അടുക്കൽ എത്തിക്കാണും. അപ്പൊ SP തന്നെ ഇതിനൊരു നേതൃത്വം നൽകേണ്ടതാണ്. രണ്ടാമത് ഒന്ന് വനിതാ കമ്മീഷനും അതുപോലെ തന്നെ സർക്കാരും. വനിതാക്ഷേമം കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്. ഈ കേരളത്തില് ഇപ്പോ 50% സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എത്രയോ സ്ത്രീകൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അതുപോലെ തന്നെ 48 ലക്ഷത്തിലധികം വരുന്ന സ്ത്രീകൾ അംഗങ്ങളായിട്ടുള്ള കുടുംബശ്രീ, അതിന്റെ ഉത്തരവാദിത്വം മുസ്ലിം ലീഗിന്റെ മന്ത്രിക്കാണ്. അപ്പൊ അത്തരത്തിൽ ഒരു സർക്കാരിന്റെ ഭാഗത്തു തന്നെ ഉണ്ടാകേണ്ട ഉടൻ പ്രതികരണം വേണ്ടതുണ്ട്. അതുപോലെ മുസ്ലിം ലീഗിന്റെ പ്രതികരണം എന്താണ്? ഇത്രയും സമയത്തിനിടയിൽ PK ഫിറോസ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് ഇപ്പോൾ പ്രതികരിക്കാൻ. PK ഫിറോസ്, ശ്രദ്ധിച്ചു കാണുമല്ലോ താങ്കൾ ഈ ദൃശ്യങ്ങൾ. നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ നടത്തിയ അത്യന്തം സ്ത്രീവിരുദ്ധമായ ഈ നടപടി, ഇത് നേരത്തെ റൈഹാനത്ത് ടീച്ചർ SDPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചത്, ഇത് SDPIയോടുള്ള ലീഗിന്റെ സമീപനമല്ല, പൊതുസമൂഹത്തിലെ എല്ലാ സ്ത്രീകളോടും കാണിക്കുന്ന ലീഗിന്റെ അടിസ്ഥാനപരമായ നയത്തിന്റെ തന്നെ നിലപാടിന്റെ തന്നെ ഭാഗമാണ് എന്ന് PK ഫിറോസ്. അല്ല, ഈ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഈ സംഭവത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്മാരും കാണിക്കേണ്ട മര്യാദ എല്ലാ പ്രവർത്തകന്മാരും രാഷ്ട്രീയ പാർട്ടികളും കാണിക്കേണ്ടതാണ്. ഇപ്പൊ കണ്ണൂരിൽ നിന്ന് വന്നു എന്ന് പറയുന്ന ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് മുസ്ലിം ലീഗ് പ്രവർത്തകരാണെങ്കിൽ ഒരു സംശയം വേണ്ട, അവർക്കും ഒരു നിമിഷം പോലും പാർട്ടിയിൽ തുടരാനാവാത്ത വിധം അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. നേരത്തെ തന്നെ ഇത് ഒരു പൊതു മനോഭാവം, കേരളത്തിലെ സ്ത്രീ വിരുദ്ധ മനോഭാവം പലർക്കും ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. അത് സാധാരണ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്ക് മാത്രമല്ല, ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന, ഇപ്പോൾ TN സീമയൊക്കെ വളരെ വികാരഭരിതമായി സംസാരിക്കുന്നത് കണ്ടു. TN സീമയുടെ പാർട്ടിയുടെ അഭ്യുദയകാംക്ഷിയായ ചെറിയാൻ ഫിലിപ്പിന്റെ പ്രസ്താവനയെ ഏറ്റവും ശക്തമായി സ്വാഗതം ചെയ്യുകയും അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്ത CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയനും ഒക്കെ പ്രസ്താവനയുമായി രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ചെറിയാൻ ഫിലിപ്പിന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തെ ന്യായീകരിച്ചതുപോലെ നേരത്തെ പ്രതിപക്ഷ നേതാവായ VS അച്യുതാനന്ദൻ നടത്തിയ, ലതിക സുഭാഷിനെതിരെ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം പോലെ അതിനെ ന്യായീകരിക്കുന്ന ഒരു നിലപാട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ സംഭവം ചെയ്തത് മുസ്ലിം ലീഗ് പ്രവർത്തകരാണെങ്കിൽ ഒരു സംശയം വേണ്ട, അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്ന കാര്യത്തിൽ ഇത് ലീഗ് പ്രവർത്തകരാണ് എന്ന കാര്യത്തിൽ അക്കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇത് ഇന്നലെ നടന്ന സംഭവമാണ്. ഈ നിമിഷം വരേക്കും ഇത് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ലേ? ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്ക് കണ്ണൂർ ജില്ലയിലെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അത്തരം നടപടി എടുക്കുവാൻ, അന്വേഷിക്കുവാൻ നിങ്ങൾ നിർദ്ദേശം നൽകിയിട്ടില്ലേ ലീഗ് നേതൃത്വം? അല്ല, ഇന്നലെ വൈകുന്നേരം മുതൽ ഇത് ഫേസ്ബുക്കിൽ കണ്ടു. അതെ, അതുകൊണ്ടാണ് ചോദിക്കുന്നത് PK ഫിറോസ്. ഇന്നലെ വൈകുന്നേരം മുതൽ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഇത് പ്രചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഫേസ്ബുക്കിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്നും പറഞ്ഞും അതുപോലെ തന്നെ ഇത് മുസ്ലിം ലീഗ് പ്രവർത്തകരല്ല എന്നും പറഞ്ഞും പല രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇന്നാണ് ഇത് സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങൾ ന്യൂസ് ചാനലുകളടക്കം റിപ്പോർട്ട് ചെയ്ത് മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഇനി ഏതാനും സമയത്തിനകം തന്നെ ഇത് അന്വേഷിച്ച് ഇതിന്റെ സത്യാവസ്ഥ പറയാൻ വേണ്ടി പാർട്ടി നേതൃത്വം ബന്ധപ്പെട്ട ഘടകത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വന്നാൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. PK ഫിറോസ്, ഇവിടെ റൈഹാനത്ത് ടീച്ചർ SDPI സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ച ഒരു വാദം ഞാൻ താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്തുകൊണ്ടേ, ലീഗിന്റെ സ്ത്രീകളോടുള്ള പൊതു സമീപനത്തിന്റെ തന്നെ ഭാഗമാണ് ഇത്, SDPIയോടുള്ള മാത്രം സമീപനമല്ല എന്ന്. അല്ല, SDPI ഇപ്പോൾ വലിയ തെരഞ്ഞെടുപ്പിൽ വന്നതിന് ശേഷം അവർക്കുണ്ടായ പരാജയവും അവരുടെ അവകാശവാദമൊക്കെ നമ്മൾ കണ്ടതല്ല. അതൊക്കെ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന്റെ ആ ഒരു അപമാനം മറക്കാൻ വേണ്ടി ലീഗിനെ ഒന്ന് ചെറുതാക്കി കാണിക്കാൻ, എന്തൊക്കെ പറഞ്ഞാലും UDFന് മികച്ച വിജയമൊന്നും ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞില്ലെങ്കിലും മുസ്ലിം ലീഗിന് വലിയ വിജയമുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മുസ്ലിം ലീഗ് ഒറ്റക്ക് മത്സരിച്ചിട്ട് പോലും വലിയ വിജയമുണ്ടാക്കാൻ സാധിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. പലയിടങ്ങളിലും UDF മുന്നണിയായി മത്സരിച്ച സ്ഥലങ്ങളിലും കേരളത്തിൽ ഏറ്റവും വലിയ വിജയമുണ്ടായത് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മേഖലകളിലാണ്. അതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ SDPI പോലെയുള്ള ചെറിയ പാർട്ടികൾക്ക് സ്വാഭാവികമായി ലീഗിനോട് അമർഷം ഉണ്ടാവും.
ആ അമർഷം ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ കണ്ണൂരിലെ ഏതോ ചില ആളുകൾ മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ കണ്ടുവരുന്ന ചില സ്വഭാവങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ജയിച്ചു വരുന്നവരുടെ കൂടെ അവിടെയുള്ള എല്ലാവരും അല്ലെങ്കിൽ ഈ പുതിയ തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രം കണ്ടുവരുന്ന ചില ആളുകൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നവരുടെ കൂടെ കൂടി ആഹ്ലാദത്തിലൊക്കെ പങ്കെടുക്കുന്നത് കണ്ടുവരാറുണ്ട്. അപ്പൊ അത്തരം പ്രവർത്തകരാണോ എന്നതിനെ സംബന്ധിച്ചൊന്നും അറിയില്ല. അപ്പൊ SDPയുടെ കാണുന്നില്ല. റൈഹാനത്ത് ടീച്ചർ, ഇവിടെ PK ഫിറോസ് പറഞ്ഞു SDPIക്ക് ലീഗിനോടുള്ള അല്ലെങ്കിൽ ലീഗിന്റെ വിജയത്തോടുള്ള അമർഷമാണ് ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഊതി ഉയർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ചെറിയാൻ ഫിലിപ്പ് ഉന്നയിച്ച കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്കെതിരെ ഉന്നയിച്ച ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹം പരാമർശിക്കുന്നു. റൈഹാനത്ത് ടീച്ചർ. അതെ, SDPയുടെ ഒരു സ്ത്രീകൾ ഇതൊരു പരാജയം അല്ലെങ്കിൽ ഇവരുടെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ കേട്ടതാണ്, എന്തൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരിക്കലല്ല, അവരുടെ കുഴപ്പങ്ങൾ ലീഗിന്റെ വശത്ത് നിന്ന് ലീഗിന്റെ അണികളെ ഒരു മൂല്യമില്ലാത്തവരാക്കി മാറ്റാൻ, മൂല്യമുള്ളവരാക്കി മാറ്റാൻ ലീഗിന് സാധിച്ചിട്ടില്ല എന്ന ഏറ്റവും വലിയ കുഴപ്പം മറച്ചു വെക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവരുടെ എന്തിനു വേണ്ടിയാണോ ലീഗ് മത്സരിക്കുവാൻ നിന്നത് അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള അവരുടെ സമീപനം എന്തായിരുന്നു എന്ന് ഞാൻ മാത്രമല്ല മറച്ചു വെക്കേണ്ട ആവശ്യമല്ല, കേരള ജനത മൊത്തം കണ്ടനുഭവിച്ചതാണ്. എന്നിട്ട് ഇന്നലെ നടന്ന സംഭവത്തിന് ഈ സമയം വരെയും ഒരു തീരുമാനമെടുക്കാൻ ലീഗിന് സാധിക്കാതിരുന്നതും കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അത് മറച്ചു വെക്കുവാനുള്ള ഒരു അവസരമായി കാണേണ്ടത് എന്ന് പറയുന്നത് ഇതിന് ആവശ്യമില്ലാത്തതാണ്. തീർച്ചയായും ഇത് വളരെ അപലപിക്കേണ്ട ഒന്നുമാണ്. അത് മാത്രമല്ല, SDPI മാത്രമല്ല എന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. സ്ത്രീകളെ അപമാനിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ, അത് ചെറിയാൻ ഫിലിപ്പും അത് മുസ്ലിം ലീഗും ഇവരുടെ കൂട്ടായ്മകളും ഇന്ന് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നതും തീർച്ചയായും ഇത് തന്നെയാണ്. നമുക്കറിയാം, കേരളത്തിലും ഇന്ത്യയിലും ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീപീഡനങ്ങളും 50% സംവരണം വന്ന് തങ്ങൾക്ക് വോട്ട് കിട്ടുവാൻ വേണ്ടി മാത്രമാണ് സ്ത്രീകളെ സ്ഥാനാർത്ഥി ലേബലിൽ വെച്ചിരിക്കുന്നത്. അല്ലാതെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യം ഇവരുടെ അജണ്ടയിൽ ഇല്ല എന്നും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റൈറ്റ്. ഇപ്പോൾ വനിതാ കമ്മീഷൻ അംഗം തുളസി ടീച്ചർ നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു. തുളസി ടീച്ചർ, കണ്ണൂരിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നു. ഏത് തരത്തിലുള്ള നടപടിയാണ് നിങ്ങൾ ആലോചിക്കുന്നത്? ഈ ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയും കേൾക്കാം തുളസി ടീച്ചർ, പറഞ്ഞോളൂ. ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയും അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ മത്സരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ വിജയവും പരാജയവും സ്വാഭാവികമായിട്ടുള്ള ജനങ്ങളുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയതിന്റെ പരിണത ഫലമായി വരുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളെ ഇത്തരത്തിൽ മോശമായ രീതിയിൽ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, പ്രത്യേകിച്ച് നമ്മുടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ മുന്നിൽ. അതെ, അപലപിച്ചതുകൊണ്ട് മാത്രമായോ തുളസി ടീച്ചർ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നവരെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ഏത് തരത്തിലുള്ള നിയമ നടപടിക്ക് കമ്മീഷൻ മുതിരുമെന്നാണ് ഇപ്പോൾ അറിയേണ്ടത്? വനിതാ കമ്മീഷൻ ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട ഒരു തീരുമാനമല്ല. അതിന്റെ വീഡിയോയും മറ്റും ശേഖരിച്ച് തീർച്ചയായിട്ടും കമ്മീഷനിൽ ഗൗരവമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കി അതിലുചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. റൈറ്റ്. ടി എൻ സീമ, ഇവിടെ PK ഫിറോസിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കാണാം. ഇത് താഴെ തട്ടിലുള്ള ചില പ്രവർത്തകരുടെ പ്രത്യക്ഷമായ നടപടികളാണ്. അതല്ലാതെ തന്നെ പൊതുസമൂഹത്തിൽ മേൽത്തട്ടിലുള്ള നേതാക്കൾ തന്നെ ഈ രീതിയിലുള്ള സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്, നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഉദാഹരിക്കുകയും ചെയ്യുന്നു. അതിന് CPMന്റെ നേതാക്കളിൽ നിന്ന് കിട്ടിയ പിന്തുണയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു, PK ഫിറോസ് ചൂണ്ടിക്കാണിക്കുന്നു. ടി എൻ സീമ, നിങ്ങളുടെ പ്രതികരണം? ഈ മുസ്ലിം ലീഗിന്റെ കുറെ ആളുകൾ കാണിച്ച വൃത്തികേടുകളെ ന്യായീകരിക്കാനും അതുപോലെ തന്നെ അതൊരു രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു വിഷയമായിട്ട് കൈകാര്യം ചെയ്യാനും ഒക്കെ ഈ ലീഗിന്റെ നേതാക്കൾ തയ്യാറാകുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്.
ശ്രീ സഖാവ് VS പറഞ്ഞ പരാമർശവും അതുപോലെ തന്നെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് നടത്തിയ പരാമർശവും ആ സമയത്ത് തന്നെ ഞങ്ങളൊക്കെ അതിനോട് പ്രതികരിച്ചതാണ്. അത്തരം ഒരു സ്ത്രീ വിരുദ്ധതയും അംഗീകരിക്കുന്ന പാർട്ടിയല്ല CPM. ചെറിയാൻ ഫിലിപ്പിന്റെ പ്രസ്താവനയെ തന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്ത്രീവിരുദ്ധനല്ല എന്ന പ്രതികരണമാണ് അന്ന് CPMന്റെ നേതാക്കൾ നടത്തിയത്. ഞാനടക്കം പല ആളുകളും അത്തരം പ്രസ്താവനയിലെ സ്ത്രീവിരുദ്ധതയെ കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷെ അതിനെയും ഈ കാണിച്ച വൃത്തികേടിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ഇതിനെ ലഘൂകരിക്കുക എന്നുള്ളതാണ്. ഇത് ലീഗിന്റെ നേതാക്കൾ അണികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. നേരത്തെ സൂചിപ്പിച്ചത് രേണത്ത് ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു മാനസികമായിട്ടുള്ള അധപ്പതനത്തിന്റെ പ്രകടനമാണ്. അതല്ലാതെ ഇത് പെട്ടെന്നുണ്ടാകുന്ന വിദ്യാഹ്ലാദ പ്രകടനത്തിൽ ആരെങ്കിലും നുഴഞ്ഞു കയറി ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെ ഏത് കാളി കുളിച്ചും കയറി ഇറങ്ങാവുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് ഏതാണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു കാര്യം നടന്നിട്ട് ഇത്രയും സമയമായിട്ടും പ്രാദേശിക നേതാക്കളെ കണ്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇവരെ രഹസ്യാന്വേഷണത്തിന്റെ ആവശ്യമില്ലല്ലോ. എല്ലാവരുടെയും മുഖം വളരെ വ്യക്തമല്ലേ. അപ്പൊ അതുകൊണ്ട് പോലീസിന് നടപടി എടുക്കണമെങ്കിലും അതുപോലെ തന്നെ ലീഗ് നേതാക്കന്മാർക്കൊന്ന് പ്രതികരിക്കെങ്കിലും ചെയ്യണമെങ്കിലും ഇത്രയും താമസത്തിന്റെ ആവശ്യമില്ല. നന്ദി TN സീമ, PK ഫിറോസ്, റൈഹാനത്ത് ടീച്ചർ, തുളസി ടീച്ചർ പ്രതികരിച്ചതിന്. കണ്ണൂർ മാട്ടൂൽ മടക്കരയിൽ ലീഗ് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ SDPI വനിതാ സ്ഥാനാർത്ഥിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുനിന്നത്. വലിയ രീതിയിലുള്ള സ്ത്രീ വിരുദ്ധ നടപടിയായി കണ്ട് ഇതിനെ